ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടത് BS6 യൂണിക്കോണാണ്. നമുക്കതിനകത്ത് പറഞ്ഞേക്കണവർക്ക് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ ടാങ്ക് ബാഗ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ബ്രേക്ക് ലൈനറിൻ്റെ ഇതാണ്, ബ്രേക്ക് ലൈനർ തീർന്നതാണ്. അപ്പോൾ നമുക്ക് ലൈനർ മാറ്റിയിട്ട് പുതിയ ലൈനർ ഇട്ട് സെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലയിൻ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടണം കേട്ടോ. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിനായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്. അപ്പോൾ ബാക്ക് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം വീൽ റബ്ബർ മാറ്റി ബ്രേക്ക് ഷൂ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ലോഡ് നമുക്ക് വോൾട്ട് ഇപ്പോൾ നോർമൽ വോൾട്ട് നോക്കുമ്പോൾ 12.75 വരെ തന്നെ ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.45. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിടാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇടുന്ന ഇങ്ങനെ പിടയ്ക്കണ പോലത്തെ ഒരു വൈബ്രേഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ടൈലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിന്റ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയാണോ വലിയ പഴക്കമായിട്ടില്ല. എയർ ഫിൽറ്ററിൻ്റെ പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കീഴിലൊക്കെ ചെക്ക് ചെയ്തു, നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല. എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതായത് മാറ്റാനും പറഞ്ഞിട്ടില്ല, ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് ഓയിൽ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അതിൻ്റെ കളർ വെച്ച് നോക്കുമ്പോൾ. 100% നമുക്ക് കളർ നോക്കി പറയാൻ പറ്റില്ല, എന്നാൽ പോലും കളർ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണോ. അപ്പോൾ അങ്ങനെ ഈ എഞ്ചിൻ ഓയിൽ മാറ്റണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്കത് മാറ്റിവിടാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നേക്കാം കേട്ടോ. ഫുള്ള് തീർന്നേക്കണമെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് ഹാൻഡിലുമൊക്കെ ബലം പാളലൊക്കെ ഫീൽ ചെയ്യണത് ടയറിൻ്റെയാണ്. ടയർ അത്രയും പെട്ടെന്ന് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഞാൻ ടയറൊക്കെ സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇതേപോലെ തന്നെ, അതായത് കമ്പനി മോഡൽ വന്ന മോഡൽ തന്നെ ടയർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ഏറ്റവും ബെറ്റർ നമുക്ക് അതാണ്. ലൈൻ ടൈപ്പൊക്കെ കയറ്റി ഇടണേക്കാളും കുറേ കൂടി നല്ലത് നമുക്ക് കമ്പനി വന്ന മോഡൽ തന്നെ ഇടണമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ കാലിപ്പറുടെ ഈ ബ്രാക്കറ്റ് അസംബ്ലിക്ക് ചെറിയ ടൈറ്റ് കാണിച്ച് കൊടുക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടണം. പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യല്ല, അത് കേബിൾ കംപ്ലയിൻ്റ് ആയിരിക്കണം, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാം. പിന്നെ ടാങ്ക് ബാഗ് ഇടാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ട് പറയണം കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്നുള്ള കേസ്. കളർ വെച്ച് നോക്കുമ്പോൾ മാറ്റേണ്ട ടൈമാണ്, അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, ലെവലൊക്കെ ഉണ്ട്. പക്ഷേ കളർ ചേഞ്ച് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ.